തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയ്ക്ക് നേരെ അമേരിക്കൻ ആക്രമണം. അട്ടിമറി നടത്തി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ നാടുകടത്തിയതായി സ്ഥിരീകരിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയ്ക്ക് നേരെയുള്ള അട്ടിമറിയിൽ വലിയ പ്രതിഷേധമാണ് ലോകമെങ്ങും ഉയരുന്നത്. തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയ്ക്ക് നേരെ അമേരിക്കൻ ആക്രമണമുണ്ടായി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണിപ്പോൾ രംഗത്ത് വരുന്നത്. അതിശക്തമായ ആക്രമണം വെനസ്വേലയ്ക്ക് നേരെ അമേരിക്ക നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇതോടൊപ്പം തന്നെ രംഗത്ത് വരുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലേക്കടക്കം അമേരിക്കൻ വിമാനങ്ങൾ ബോംബാക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഉമ കല്ലിങ്കൽ ചേരുകയാണ്. ഉമ, വെനസ്വേലയിൽ വലിയ അട്ടിമറിക്ക് അമേരിക്ക നേതൃത്വം കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? അതെ ഷമി, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ കനത്ത തിരിച്ചടി അല്ലെങ്കിൽ കനത്ത അട്ടിമറിയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ പ്രസിഡന്റായ മദൂറോയെയും ഭാര്യയെയും നാട് കടത്തിയതായും വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ട്രംപ് പറഞ്ഞിരുന്നു ശക്തമായ ആക്രമണം വെനസ്വേലയിൽ നടത്തുമെന്ന്. അതിനെ തുടർന്നാണ് ഇന്ന് ആക്രമണം നടന്നിരിക്കുന്നത്. മാത്രമല്ല ട്രംപിന് ഗാസയ്ക്ക് ശേഷം ട്രംപ് ലക്ഷ്യമിടുന്ന ഒരു രാജ്യമാണ് വെനസ്വേല എന്ന് തന്നെ പറയാം. ധാതു വിഭവങ്ങൾ കൊണ്ടും എണ്ണ തുടങ്ങിയതിൽ മുതലായവയും കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് വെനസ്വേല എന്ന് പറയുന്ന രാജ്യം. ഇതിനെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാൻ ട്രംപിന് ആദ്യം മുതലേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മാത്രമല്ല ശക്തമായ ഇടതുപക്ഷ രാജ്യം കൂടിയാണ് വെനസ്വേല. ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല വെനസ്വേല പറഞ്ഞിരുന്നു ഇത് US ആക്രമണമാണ്, US ആണ് ആക്രമണം നടത്തിയതെന്ന്. പക്ഷെ ഇതുവരെ US ഇതിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട് ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വൻ അട്ടിമറി നടക്കാൻ ട്രംപാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ശക്തമായ ബോധ്യമുണ്ട്. മാത്രമല്ല ഗാസയ്ക്ക് ശേഷം ട്രംപിന്റെ കണ്ണെന്ന് പറയുന്നത് വെനസ്വേല എന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ധാതു വിഭവങ്ങൾ കൊണ്ടും എണ്ണയാലും സമ്പുഷ്ടമായ വെനസ്വേലയെ അട്ടിമറിക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, നശിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം US-ന്റെ. ഷമി, തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഉമ്മ പറഞ്ഞതുപോലെ അവിടെ എണ്ണയാൽ സമ്പുഷ്ടമായ ഒരു രാജ്യമാണ്, സമ്പന്നമായ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ കാര്യത്തിൽ അമേരിക്ക വെച്ചു പുലർത്തുന്നുണ്ട്. താഴ്ന്നു പറന്ന വിമാനങ്ങളിൽ നിന്ന് ബോംബ് വർഷിക്കുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റിനെ നിക്കോളാസ് മഡ്യൂറോയെയും ഭാര്യയെയും പിടികൂടി പുറത്തേക്ക് കൊണ്ടുപോയി, രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഉമ, അതെ ഷമി, ഇപ്പൊ US മഡൂറോയെയും ഭാര്യയെയും നാട് കടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ട്രംപ് ഇന്നലെ തന്നെ ഒരു കനത്തൊരു ആക്രമണം, കരയാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ ഷമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കനത്തൊരു ഇടതുപക്ഷ രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. അപ്പോൾ വെനസ്വേലയെ തകർക്കണം എന്നത് ട്രംപിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയായിരുന്നു. മാത്രമല്ല ഗാസയ്ക്ക് ശേഷം വെനസ്വേലയുടെ മുകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു ട്രംപിന് എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല ട്രംപ് ഇന്നലെ തന്നെ ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് മനസ്സിലാക്കുന്നത് ട്രംപിന്റെ അല്ലെങ്കിൽ ശക്തമായ അമേരിക്കയുടെ ആക്രമണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 7 ഇടങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയത്. മാത്രമല്ല വിമാനത്താവളങ്ങൾ മുതലായവയും ട്രംപ് ഭരണകൂടം അല്ലെങ്കിൽ US ആക്രമിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഷമി.